ഹലോ എവരിവൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RK മെത്തേഡ് ഓഫ് ഫോർത്ത് ഓർഡർ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് പറഞ്ഞിട്ടുണ്ടായത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് അപ്രോക്സിമേഷൻ വരെ, അതായത് n=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് RK മെത്തേഡ്, രഞ്ജിക്കുട്ട മെത്തേഡ് ഓഫ് ഫോർത്ത് ഓർഡർ, dy by dx is equal to root x plus y where y of 0 equal to 1, find y of 0.2 with h is equal to 0.1. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒറ്റ സ്റ്റേജിൽ, അതായത് ഒരൊറ്റ സ്റ്റേജിൽ h ഈക്വൽ ടു, ഈ കേസ് തന്നെ ഇപ്പോൾ h ഈക്വൽ ടു 0.2 ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പായി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോ സ്റ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുക, K1, K2, K3, K4, അതായത് സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂസ് എന്തായും മാറി മാറി വരും. ഓക്കെ, അപ്പോൾ K1, K2, K3, K4 ഒക്കെ കണ്ടുപിടിക്കുന്നതിൽ നമുക്കുള്ള ഇക്വേഷനിൽ എന്താ ഉള്ളത്, xn ആണ്. അപ്പോൾ അത് ഓർമ്മയുണ്ടാവണം. n=0 കൊടുക്കുന്ന സമയത്ത്, ഫസ്റ്റ് അപ്രോക്സിമേഷനിൽ വരുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് K1, K2, K3, K4 ഉണ്ടാവും. ആ K1, K2, K3, K4 ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, y1 എന്ന് വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ അടുത്ത അപ്രോക്സിമേഷനിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താവും, n=1 ആവും. അപ്പോൾ ആ n=1 നമ്മൾ എവിടെയും കൂടി കൊടുക്കണം, K1, K2, K3, K4 എന്ന് പറയുന്ന ഇക്വേഷനിലുള്ള n= എന്തായിട്ട് കൊടുക്കണം, 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പം h=0.2 ആണെങ്കിൽ ഇത് ഒറ്റ സ്റ്റേജിൽ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലം ആയി. ഇവിടെ h=0.1 ആയതുകൊണ്ട് അപ്രോക്സിമേഷൻ എന്താണ്, 2 സ്റ്റേജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ, ജനറൽ ഫോം എന്ന് പറയുന്നത് dy by dx is equal to എന്താണ്, f of xy ആണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് f of xyയുടെ വാല്യൂ റൂട്ട് എന്ത് വരും, റൂട്ട് x plus y എന്ന് കിട്ടും. പിന്നെ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എപ്പോഴും എങ്ങനെ ഉണ്ടാവുക, y of x0 is equal to y0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ x0 equal to 0 എന്ന് കിട്ടും, y0 equal to എന്തും കിട്ടും, 1 കിട്ടും. പിന്നെ എച്ചിൻ്റെ വാല്യൂ ഓൾറെഡി അവർ തന്നെ തന്നിട്ടുണ്ട്, എത്രയാണ്, 0.1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് f of xy, x0, y0 ആൻഡ് h എന്ന് പറയുന്നത് ഗിവൺ വാല്യൂ ആണ്. ഓക്കെ, സോ നമ്മുടെ f of xy is equal to റൂട്ട് എക്സ് പ്ലസ് വൈ. അതെങ്ങനെ കിട്ടുന്നുള്ളത് ഓർത്ത് വെക്കുക. dy by dx equal to f of xy ആണ് നമ്മുടെ ജനറൽ ഫോം. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, f of xy is equal to റൂട്ട് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ x0ൻ്റെ വാല്യൂ 0 എന്നും y0ൻ്റെ വാല്യൂ 1 എന്നും നമുക്ക് കിട്ടുന്നതിൻ്റെ കാരണം എന്ത് തന്നെയാണ്, നമ്മുടെ y of x0 equal to y0 എന്ന് പറയുന്ന കണ്ടീഷൻ കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, h തന്നിരിക്കുന്ന വാല്യൂ ആണ്. ഇൻ കേസ് അവർ h തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്തെടുക്കുക, നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രോബ്ലത്തിൽ h=0.1 എന്ന് പറയുന്ന കണ്ടീഷൻ അവർ തന്നിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഫൈൻഡ് y of 0.2 ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെടുത്താൽ മതി, h=0.2 എടുത്താൽ മതി. RK മെത്തേഡിൽ അധികം സ്റ്റേജസ് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. അത് അവർ തന്നിട്ടില്ല എങ്കിൽ, തന്നിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ എച്ചിൻ്റെ വാല്യൂ തരാത്ത കേസാണെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒരു വാല്യൂ ചൂസ് ചെയ്യുക. അപ്പോൾ ആ ചൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂന്ന് ഏത് വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ വാല്യൂ മാത്രം നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി, h ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എന്തൊക്കെയാണ് ആലോചിച്ച് നോക്കുക. x0 0 ആണ്, കറസ്പോണ്ടിങ് എന്തുണ്ട്, y of x0 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y of 0.2 ആണ്. അപ്പോൾ x1 h=0.1 ആയതുകൊണ്ട് x1 നമുക്ക് എന്തേ എടുക്കാൻ പറ്റുള്ളൂ, x0 പ്ലസ് h മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ x0 പ്ലസ് h എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, അത് 0.1 ആവും. 0 പ്ലസ് 0.1 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്ന വാല്യൂ എന്താണ്, y of x1 ആണ്. മീൻസ് y of 0.1 ആണ്. ഓക്കെ, അതാണ് നമുക്ക് എന്തായിട്ട് കണ്ടുപിടിക്കുക, y1 ആയിട്ട് എടുക്കുക. ദെൻ y1 അല്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, y of 0.1 അല്ല, y of 0.2 ആണ്. സോ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, x2 കണ്ടുപിടിക്കണം. x2 എന്ന് പറഞ്ഞാൽ എന്താ, x1 പ്ലസ് h ആണ്. x1 എന്ന് പറഞ്ഞാൽ എന്താ, 0.1 ആണ്. 0.1 പ്ലസ് 0.1 എന്തായി, 0.2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ y of x2 മീൻസ് എന്താ വരിക, y of 0.2. അതാണ് നമ്മൾ എന്ത്, y2. അപ്പോൾ ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ പോരാ, y1 കണ്ടുപിടിച്ചാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, 2 സ്റ്റേജായിട്ട് y2 കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും എക്സാമിന് എഴുതുന്ന സമയത്ത് ഈ സംഭവങ്ങൾ, ഈ x0, x1, x2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എഴുതി വെക്കുക.
കാരണം ഏത് സ്റ്റേജ് വരെ പോകണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കണ്ടീഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷനും. ഓക്കെ, അപ്പോൾ അത് എഴുതാതെ പോകരുത്. അത് എഴുതുന്നതിന് പ്രത്യേക മാർക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആണ്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് കിട്ടി, y ഓഫ് 0.2 ആണ്. അത് നമ്മുടെ കാര്യമാണല്ലോ. ദെൻ നമ്മൾ ആ y ഓഫ് 0.2 കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് അപ്രോക്സിമേഷനിലേക്ക് പോകുന്നു. ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, n=0 ആണ്. ഓക്കെ, അപ്പോൾ n=0 ഇൻ ജനറൽ അപ്രോക്സിമേഷൻ. ജനറൽ അപ്രോക്സിമേഷൻ നമുക്കറിയാം എന്താണ്, yn+1 yn+k അല്ലേ. ഓക്കെ, നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താ, yn+1 yn+k ആണ്. വെർ k നമുക്കറിയാം എന്താണ്, 1/6 ഇൻറ്റു k1 + 2k2 + 2k3 + k4. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്ത് വരും, 1/6 k 1/6. അപ്പോൾ n എന്ത് ചെയ്യുക, 0 എന്ന് ജനറൽ അപ്രോക്സിമേഷനിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് y1 y0 + k. ഓക്കെ, ദെൻ വെർ k 1/6 k1 2k2 + 2k3 + k4. ഈ 1/6 എന്ന് പറയുന്നത് ഓർത്ത് വെച്ചാൽ അതെന്താ, k1ൻ്റെ 1 2 2 1 ആണ് കോഎഫിഷ്യൻറ്റ്. മൊത്തം സമ്മ് എത്രയാണ്, 6 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്യാം. 6ഉം ഇതിൻ്റെ ഉള്ളിലുള്ള k1 k2 k3 k4ൻ്റെ കോഎഫിഷ്യൻസും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ നമ്മളിനി k1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, k1 എന്ന് പറഞ്ഞാൽ എന്താ, h × f(x0, y0) ആണ്. h × f(x0, y0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x0 എത്രയാണ്, 0 ആണെന്ന് അറിയാം, y0 എത്രയാണ്, 1 ആണെന്ന് അറിയാം, അതുപോലെ h എത്രയാണ്, 0.1 ആണ്. f(x) എന്തായിരുന്നു, √x+y ആണ്. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 0.1 ഇൻറ്റു എന്ത് വരും, √x+y എന്ന് പറഞ്ഞാൽ റൂട്ട് എന്ത് വരും, 0+1. ദാറ്റ് ഈസ് 0.1 ഇൻറ്റു എന്ത് വരും, √1 എന്ന് പറഞ്ഞാൽ എന്താ, 1. ദാറ്റ് ഈസ് k1 0.1. അപ്പോൾ k1ൻ്റെ വാല്യൂ ആയി. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, k2 എന്ന് പറഞ്ഞാൽ എന്താ, h × f(x0 + h/2, y0 + k1/2. k1ൻ്റെ വാല്യൂ /2 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ h-ൻ്റെ വാല്യൂ 0.1 ആണ്, x0 0 ആണ്, h 0.1 ആണ്, y0 1 ആണ്, കാരണം y ഓഫ് 0 = 1 എന്ന് തന്നിട്ടുണ്ട്. k1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ 0.1 അത് /2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0.1 ഇൻറ്റു f(0 + 0.1/2, 1 + 0.1/2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 0.1 f ഓഫ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.05, 1.05. ഓക്കെ, ഇപ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് എന്താ, f(x0, y0) എന്നുള്ള ഫോമിലേക്ക് അല്ലെങ്കിൽ f(xy) ഫോമിലേക്ക് നമുക്ക് വന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു നമ്മുടെ f(xy) എന്ന് പറഞ്ഞാൽ √x+y അല്ലേ. എക്സിന് പകരം എന്ത് ചെയ്യുക, 0.05 കൊടുക്കുക, വൈക്ക് പകരം എന്ത് ചെയ്യുക, 1.05 കൊടുക്കുക. സോ ഇത് രണ്ടും കൂടി സം ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. ദെൻ അതിനെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണെന്ത്, 0.1049. ഓക്കെ, 0.1049 ആണ് എന്ത്, k2ൻ്റെ വാല്യൂ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത k3യുടെ വാല്യൂയിലേക്ക് പോകുന്നു. k3 എന്താണ്, h × f(x0 + h/2, y0 + k2/2. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, x0ൻ്റെ വാല്യൂ 0, h-ൻ്റെ വാല്യൂ കൊടുക്കുക, y0ൻ്റെ വാല്യൂ കൊടുക്കുക, k2ൻ്റെ വാല്യൂ കൊടുക്കുക. സോ നമുക്ക് k2 എന്ന് പറഞ്ഞാൽ തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എത്രയാണ്, 0.1049 ആണ്. ഓക്കെ, സോ 0.1 ഇൻറ്റു f(0 + 0.1/2, 1 + 0.1049/2. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.1 ഇൻറ്റു f(0.05, 1.0524. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ f(xy) √x+y. എക്സിന് പകരം 0.05, വൈക്ക് പകരം 1.0524. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.1 ഇൻറ്റു √x+y. എക്സിന് എന്ത് ചെയ്യുക, 0.05 + 1.05 എന്ത് വരും, 0.524. ഓക്കെ, √x+y ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണത്, k3 0.10499. k3 ആയല്ലോ. ദെൻ അടുത്തത് k4ലേക്ക് പോവാം. അപ്പോൾ k4 എന്ന് പറഞ്ഞാൽ h × f(x0 + h, y0 + k3 ആണ് ഇക്വേഷൻ, നമുക്കറിയുന്നതാണ്. സോ h-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ x0 + h x1 ആയിട്ട് എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ എന്തായിട്ട് എടുത്താൽ മതി, നമ്മുടെ ജസ്റ്റ് x0 + എന്ത് വരും, 0.1. ദെൻ ഇവിടെ
y1ൻ്റെ y0ൻ്റെ വാല്യൂ 1 പ്ലസ് k3 തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ കണ്ടുപിടിച്ചത് 0.10499 ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു എഫ് ഓഫ് എന്ത് വരും? 0.1 കോമ ഇത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ 1. എന്ത് വരും? 10499. ഓക്കെ, നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എക്സ് പ്ലസ് വൈ ആണ്. സോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0.1 ഇൻറ്റു റൂട്ട് ഓഫ് എക്സിന് പകരം 0.1 പ്ലസ് വൈക്ക് വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താ? 1.10499. അപ്പോൾ ആ വാല്യൂ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. അതിന് എന്ത് ചെയ്യുക? 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണത് 0.10977. അപ്പോൾ K1, K2, K3, K4ൻ്റെ വാല്യൂസ് നമുക്കായി. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. K1ൻ്റെ വാല്യൂ 0.1, K2, ദെൻ K3, ദെൻ K4. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്ത് 1/6 കൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് K is equal to 1/6 ഇൻറ്റു 0.1 പ്ലസ് 2 ഇൻറ്റു 0.1049 പ്ലസ് 2 ഇൻറ്റു 0.10499 പ്ലസ് 0.10977. സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? K is equal to 0.10492. ഓക്കെ, K is equal to 0.10492 കിട്ടും. നമ്മുടെ കെയുടെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തിനാണ് നമ്മൾ കെ കണ്ടുപിടിച്ചത്? നമുക്ക് y ഓഫ് 0.1 വേണമായിരുന്നു, അതായത് y1 കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ആ y1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? y0 പ്ലസ് കെ ആണ്. y0 നമുക്ക് അറിയുന്നതാണ്. എന്താണ്? y0 1 ആണ്. കെയുടെ വാല്യൂ 0.10492 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore y1 is equal to, അതായത് y1 is equal to നമുക്ക് എന്താ കിട്ടുക? 1.10492 ആണ്. ഓക്കെ, അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? y ഓഫ് x1 ആണ്. അപ്പോൾ x1ൻ്റെ സ്ഥാനത്ത് എന്താ? 0.1 ആണ്. സോ y ഓഫ് 0.1 is equal to 1.10492. നമുക്ക് y1 അല്ല കണ്ടുപിടിക്കേണ്ടത്, y2 കണ്ടുപിടിക്കണം. സോ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അപ്പം സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് അപ്രോക്സിമേഷൻ ഈസ് ഈക്വൽ ടു n ഈക്വൽ ടു 1 ഇൻ എന്ത്? ജനറൽ അപ്രോക്സിമേഷൻ അതിലേക്ക് കൊടുക്കുക. അപ്പോൾ ജനറൽ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് yn+1 is equal to എന്താ വരിക? yn+1 is equal to yn പ്ലസ് k ആണ്. അപ്പോൾ n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y2 is equal to y1 പ്ലസ് k. y1 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ തൊട്ട് പ്രീവിയസ് വാല്യൂ. അപ്പോൾ ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള k വാല്യൂ കൊടുക്കുക. ഇവിടെയാണ് കൺഫ്യൂഷൻസ് വരിക. k ഓൾറെഡി നമ്മൾ പ്രീവിയസ് സ്റ്റേജിൽ കണ്ടുപിടിച്ചതല്ലേ എന്നും പറഞ്ഞിട്ട് ഈ k വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ k കണ്ടുപിടിച്ചത് എന്താ? അവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് അവിടെ k കണ്ടുപിടിച്ചത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? x0ഉം y0 ഒക്കെ ഉപയോഗിച്ചിട്ടാണ് K1, K2, K3, K4 ഒക്കെ കണ്ടുപിടിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? k കണ്ടുപിടിക്കുന്നത്. അപ്പം ആ k എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്രോക്സിമേഷനിലേക്ക് മാത്രമുള്ള k ആണ്. സെക്കൻഡ് അപ്രോക്സിമേഷനിലേക്ക് വരുമ്പം വീണ്ടും എന്ത് ചെയ്യണം? K1, K2, K3, K4 n-ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? K1, K2, K3, K4 ഇവിടെയും വേറെ തന്നെ ഒരു k കണ്ടുപിടിക്കണം. ആ k ആണ് ഇവിടുത്തെ ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം വീണ്ടും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം വിത്ത് n ഈക്വൽ ടു 1. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. സോ ആദ്യം നമ്മൾ K1 കണ്ടുപിടിക്കുന്നു. K1 is equal to h ഇൻറ്റു എഫ് ഓഫ് x1 y1. ഈ എഫ് ഓഫ് x1ഉം y1ഉം x1 y1 ഒക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ്. 0.1 കറസ്പോണ്ടിങ് y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ കണ്ടുപിടിച്ച വാല്യൂ ആണ്. അതുകൂടി ഒന്ന് ഓർമ്മ വേണം. ഓക്കെ, നേരത്തെ നമ്മൾ K1 എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? K1 കമ്പയർ ചെയ്ത് പഠിക്കുക. K1 is equal to എന്താ വരിക? തൊട്ട് പ്രീവിയസ് n ഈക്വൽ ടു ഇതിൽ 0ൽ നമ്മൾ ചെയ്തത് x0 y0 ആണ്. അപ്പോൾ വാല്യൂവിൽ എന്താ വ്യത്യാസം വന്നില്ലേ? x0ഉം y0ഉം മാറിച്ച് എന്തായി? x1 y1 ആയിട്ട് മാറി. അപ്പം ഈ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാം എന്താണ്? n ഈക്വൽ ടു 1ലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. സോ K1 is equal to h ഇൻറ്റു എഫ് ഓഫ് x1 y1. ദാറ്റ് ഈസ് എച്ചിന് പകരം 0.1, x1ന് പകരം 0.1, y1ന് പകരം തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ നമുക്ക് കിട്ടിയ വാല്യൂ 1.10492. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്കറിയാം എന്താണ്? എഫ് ഓഫ് എക്സ് വൈ is equal to ഇവിടെ എന്ത് തന്നെയാണ്? റൂട്ട് എക്സ് പ്ലസ് വൈ ആണ്. റൂട്ട് എക്സ് പ്ലസ് വൈ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് എക്സ് പ്ലസ് വൈ. സോ നമുക്ക് ആ റൂട്ട് എക്സ് പ്ലസ് വൈയിൽ എക്സിന് പകരം 0.1, വൈക്ക് പകരം 1.10492. സോ 0.1 ഇൻറ്റു റൂട്ട് ഓഫ് 0.1 പ്ലസ് 1.10492. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
0.10976 അതാണെന്ത് K1. ഓക്കെ, സോ K2 is equal to K1 കഴിഞ്ഞു. ദെൻ അടുത്തത് K2 is equal to h into f of x1 plus h by 2, y1 plus K1 by 2. ഓക്കെ, സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്, എക്സിന് പകരം 0.1, x1 പകരം 0.1, എച്ചിന് പകരം 0.1/2, y1 പകരം 1.10492 പ്ലസ് K1 പകരം 0.10976/2. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.1 ഇൻറ്റു എഫ് ഓഫ് ഈ സംഭവം സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.15 വരും, 1.1598. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എക്സ് പ്ലസ് വൈ ആണ്. സോ ഇതിലെന്ത് ചെയ്യുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു എന്ത് വരും? 0.1 ഇൻറ്റു റൂട്ട് ഓഫ് 0.15 പ്ലസ് എന്ത് വരും? 1.1598. സിംപ്ലിഫൈ ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? K2 is equal to 0.1144 വരും. ദെൻ അടുത്തത് K3 എന്ന് പറയുന്നത് എന്താ? h ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് എച്ച് ബൈ 2. ഓക്കെ, ഇക്വേഷൻ മാറുന്നത് ശ്രദ്ധിക്കുക. x1 പ്ലസ് എച്ച് ബൈ 2, y1 പ്ലസ് K2 ബൈ 2. സോ എച്ചിൻ്റെ വാല്യൂ 0.1 കൊടുക്കുക. 0.1 ഇൻറ്റു എഫ് ഓഫ് 0.1 പ്ലസ് 0.1/2, 1.10492 പ്ലസ് 0.1144 ഡിവൈഡ് ബൈ 2. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള എഫിൻ്റെ ഉള്ളിലുള്ള സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.1 ഇൻറ്റു എഫ് ഓഫ് 0.15, 1.1625. ദെൻ നമ്മളെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ ഇസിക്കൽ ടു റൂട്ട് എക്സ് പ്ലസ് വൈ ആണ്. സോ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈയിൽ എക്സിന് പകരം 0.15 പ്ലസ് എന്ത് വരും? 1.1621 ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണത് 0.1145. അപ്പോൾ K3 ദെൻ K4ലേക്ക് പോവാം. K4 ഇസിക്കൽ ടു എച്ച് ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് എച്ച്, y1 പ്ലസ് K3. K3 എന്ന് പറഞ്ഞാൽ തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ. ഡയറക്റ്റ് x1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് 0.2 കിട്ടുന്നതിൻ്റെ കാരണം എന്താ? 0.1 ആണ് x1 പ്ലസ് എച്ചിൻ്റെ വാല്യൂ 0.1. സോ അത് 0.2 കിട്ടും. y1 വാല്യൂ നമുക്ക് അറിയുന്നതാണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ K3 എന്ന് പറഞ്ഞാൽ തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ കിട്ടിയ വാല്യൂ. രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ 1.21942 ആവും. ഓക്കെ, K3 എന്ന് പറഞ്ഞാൽ 0.1145 ആണ്. നമ്മുടെ y1 വാല്യൂ എന്ന് പറയുന്നത് തൊട്ട് പ്രീവിയസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്? y1 വാല്യൂ 1.10492. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 1.10492. അതുപോലെ K3 വാല്യൂ 0.11 സംതിങ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുക. സോ 0.1 ഇൻറ്റു എഫ് ഓഫ് 0.2, 1.21942. ദാറ്റ് ഈസ് 0.1 ഇൻറ്റു നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എക്സ് പ്ലസ് വൈ ആണ്. സോ 0.2 പ്ലസ് എന്ത് വരും? 1.21942. ക്ലിയർ അല്ലേ? സോ അത് സിംപ്ലിഫൈ ചെയ്യുക. എന്ത് വരും? 0.1191 വരും ഇതിൻ്റെ വാല്യൂ, K4 വാല്യൂ. സോ K1, K2, K3, K4 എല്ലാം ആയി. ഇനി ഈ സ്റ്റേജിലുള്ള Kയുടെ വാല്യൂ കണ്ടുപിടിക്കുക. സോ 1/6 ഇൻറ്റു എന്താ വരിക? K0 പ്ലസ് 2K1 പ്ലസ് 2K2 പ്ലസ് K1 പ്ലസ് 2K2 പ്ലസ് 2K3 പ്ലസ് K4 ആണ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ K0 വാല്യൂ, K1 വാല്യൂ, K2 വാല്യൂ, K1 വാല്യൂ, K2 വാല്യൂ, K3 വാല്യൂ, ദെൻ K4 വാല്യൂ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ K ഇസിക്കൽ ടു എന്ത് വരും? 0.1144. ഓക്കെ, അപ്പോൾ 0.1144 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് വാല്യൂ y2 എന്ന് പറയുന്നത് എന്താ? y2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. y2 ഇസിക്കൽ ടു y1 പ്ലസ് K ആണ്. y1 വാല്യൂ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് അപ്രോക്സിമേഷനിൽ കിട്ടിയത്. ദെൻ എന്ത് ചെയ്യുക? Kയുടെ വാല്യൂ 0.1144 സം ചെയ്ത് കഴിഞ്ഞാൽ 1.2193. ഇനി y2 എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം? y ഓഫ് x2 അഥവാ y ഓഫ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഓഫ് എന്താണ്? 0.2. സോ നമ്മുടെ ആൻസറായി. അതിലെ കണ്ടുപിടിക്കാൻ പറഞ്ഞ. സോ y ഓഫ് 0.2 is equal to 1.2193. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതുപോലത്തെ ഒരു പ്രോബ്ലം കൂടി ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോകാം. ജസ്റ്റ് നോക്കുക. എന്താണ്? യൂസിങ് റിഞ്ച് കിട്ടാൻ മെത്തേഡ് ഇവാലുവേറ്റ് y ഓഫ് 0.4 ആണ്. ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ y ഓഫ് 0.4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ഇസിക്കൽ ടു dy ബൈ dx is equal to
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വൈ ഓഫ് 0 ഈക്വൽ ടു 1 എച്ച് ഈക്വൽ ടു 0.2. ഓക്കെ, അപ്പം വൈ ഓഫ് 4 കണ്ടുപിടിക്കണം. എച്ച് എന്താണ് 0.2 ആണ്. സോ 2 സ്റ്റേജ് ആണ്. നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ, അപ്പം എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എച്ചിൻ്റെ വാല്യൂ 0.2 തന്നിട്ടുണ്ട്. നമ്മൾ വൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് നോട്ട് 0, വൈ നോട്ട് 1. ഓക്കെ, അപ്പോൾ എക്സ് നോട്ട് എന്താണ് 0 ആണ്. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആണ്. ആൻഡ് സോറി, എക്സ് 1 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. എക്സ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 ആണ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്ക് വൈ ഓഫ് 0.4ലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വൈ ഓഫ് എക്സ് 2 കണ്ടുപിടിക്കണം. അപ്പോൾ വൈ ഓഫ് എക്സ് 1 കണ്ടേ പറ്റൂ. സോ വൈ 1ഉം കാണണം, വൈ 2ഉം കാണണം. സെക്കൻഡ് സ്റ്റേജ്, അതായത് 2 അപ്രോക്സിമേഷൻസ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻസ് ചെയ്താൽ വൈ എൻ പ്ലസ് 1 ഈക്വൽ ടു K1, K2, K3, K4. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ജസ്റ്റ് ഒരു ചില ടെക്സ്റ്റിൽ കാണുന്ന ഒരു മെത്തേഡും കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. ഇത് പഠിക്കണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിന് പകരം ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ കംപ്ലീറ്റ് എക്സ് എൻ പ്ലസ് എച്ച് ബൈ 2 എന്ന് പറഞ്ഞ വാല്യൂവും അതുപോലെ വൈ എൻ പ്ലസ് K1/2 എന്ന് പറയുന്ന വാല്യൂ വൈക്ക് പകരം കണ്ടിട്ട് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അപ്പോൾ എക്സിന് പകരം എന്താ ഉള്ളത്? എക്സ് എൻ പ്ലസ് എച്ച് ബൈ 2. സോ എക്സ് എൻ പ്ലസ് എച്ച് ബൈ 2 ഹോൾ സ്ക്വയർ കൊമ അതിന് പകരം നമുക്ക് വരുന്ന വൈ വാല്യൂ എന്താ? വൈ എൻ പ്ലസ് K1/2 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ വൈയുടെ വാല്യൂ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡ് ചെയ്യണം എന്നില്ല, ജസ്റ്റ് ടെക്സ്റ്റിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു മാത്രം. ചില കേസസിൽ ഇങ്ങനെയും വരാം. ഓക്കെ, ഇങ്ങനെയും ടെക്സ്റ്റ്, അപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് എങ്ങനെ വന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, നേരെ ഈ ഒരു ഫോമിലേക്ക് മാറ്റിയിട്ട് അതിനെന്താക്കുന്ന ദെൻ അതിലേക്ക് നമ്മൾ n = 0 കൊടുക്കുന്ന സമയത്ത് എക്സ് നോട്ടും എച്ചും വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ സിംപ്ലിഫൈ ചെയ്യും. രണ്ടും ആൻസർ സെയിം ആണ്, പക്ഷേ ഇവിടെ കുറച്ചുകൂടി നമുക്കത് കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതാകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ലാസ്റ്റ് മാത്രമാണ് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നത്? എഫ് ഓഫ് എക്സ് വൈയിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ വരുമ്പം ഡയറക്റ്റ് അതിലേക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് തൽക്കാലം ഓപ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യുന്നത് നേരെ പറഞ്ഞ ആ ഒരു മെത്തേഡ് മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. കാരണം ടെക്സ്റ്റ് കാണുന്ന സമയത്ത് നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരരുത്. ഇതെങ്ങനെയല്ലേ ചെയ്യുന്നത്, അതെങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും എല്ലാം ഒന്ന് തന്നെ. പക്ഷേ ഈ പറഞ്ഞ മെത്തേഡിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ മെത്തേഡ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതി. എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇക്വേഷനിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം. ഈ പ്രോബ്ലം ചിലപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ മെത്തേഡിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളത് നോക്കണ്ട, ഞാൻ മെത്തേഡ് മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ, സോ ഫസ്റ്റ് അപ്രോക്സിമേഷൻ n = 0, ജനറൽ അപ്രോക്സിമേഷൻ y1 = y0 + k ആണ്. കെയുടെ വാല്യൂ 1/6 ഇൻറ്റു ആ വാല്യൂ K1 + 2K2 + 2K3 + K4. സോ K1 = h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട്. എക്സ് നോട്ടും വൈ നോട്ടും നമുക്കറിയാം, ആ വാല്യൂ കൊടുക്കുക 0.2 ഇൻറ്റു എഫ് ഓഫ് എക്സ് 0 1. അപ്പോൾ എഫ് ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ ആ വാല്യൂ കൊടുക്കുക 0² + 1². സോ 1 ഇൻറ്റു 0.2. സോ ആൻസർ എന്ത് വരും? 0.2 വരും. ദെൻ അടുത്തത് K2 = h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ 2 എന്താവും? വൈ നോട്ട് പ്ലസ് K1/2. എക്സ് നോട്ടിന് പകരം 0, എച്ചിന് പകരം 0.2/2, K1ന് പകരം തൊട്ട് പ്രീവിയസ് വാല്യൂ വൈ നോട്ട് 1. സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ K2യുടെ വാല്യൂ 0.244 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് K3 ആണ്. K3 ആണ് ഇവിടെ അവർ ആ രീതി ചെയ്തിട്ടുള്ളത്. പക്ഷേ തൽക്കാലം ആ രീതി ചെയ്യേണ്ട. നിങ്ങൾ എന്ത് വരും? K3 = എന്താ വരിക? h ഇൻറ്റു എന്താ വരുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എന്ത് വരും? h/2 വൈ നോട്ട് പ്ലസ് K1/2 അല്ലേ? ഓക്കെ, സോ എന്ത് വരും? എച്ചിന് പകരം 0.2 എഫ് ഓഫ് 0 പ്ലസ് 0.2/2 വൈ നോട്ടിന് പകരം 1 പ്ലസ് എന്ത് വരും? K1ന് പകരം K2ന് പകരം തൊട്ട് പ്രീവിയസ് വാല്യൂ എന്താ വരിക? K1 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു, K2 കണ്ടു. ദെൻ നമ്മൾ K3 ആണ് കാണാൻ പോകുന്നത്. അപ്പം K2/2 ആണ്. അപ്പോൾ K2/2 എന്ന് പറഞ്ഞാൽ തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച 0.244 എന്ന് പറയുന്ന വാല്യൂ ബൈ 2 കൊടുക്കുക. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം എഫ് ഓഫ് എക്സ് വൈ ഫോമിലേക്ക് മാറ്റുക. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ നമുക്ക് കിട്ടുന്നതാണെന്ത്? 0.2538. അതാണ് K3 വാല്യൂ. ദെൻ അടുത്തത്
K4 വാല്യൂ ഇതുപോലെ കണ്ടുപിടിക്കുക. K4 എന്ന് പറഞ്ഞാൽ എന്താ? K4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h ഇൻറ്റു എന്ത് വരും? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് കോമ എന്ത് വരും? വൈ നോട്ട് പ്ലസ് K3 ആണ്. ഓക്കെ, അപ്പോൾ എച്ചിന് പകരം 0.2 ഇൻറ്റു എക്സ് നോട്ടിന് പകരം 0 പ്ലസ് 0.2 എന്താവും? എഫ് ഓഫ് ആണ് 0.2 കോമ വൈ നോട്ടിന് പകരം 1 പ്ലസ് 0.25 എന്ത് വരും? 2538 ആണ്. സോ ഈ രണ്ട് വാല്യൂ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? എഫ് ഓഫ് എച്ച് ഇൻറ്റു അതായത് 0.2 ഇൻറ്റു എഫ് ഓഫ് 0.2 കോമ 1.2538. ദെൻ അത് നമ്മൾ എന്തിൽ കൊടുക്കുക? 0.2 ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് വരും? 1.2538 ഹോൾ സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണത് 0.3224. അപ്പോൾ എന്ത് കിട്ടി? ആ K1 K2 K3 K4 കിട്ടി. ആ വാല്യൂസ് കംപ്ലീറ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് K കണ്ടുപിടിക്കുക. K ഈക്വൽ ടു 1/6 ഇൻറ്റു K1 K2 K3 K4. ആ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിപ്പോൾ ഡയറക്റ്റ് കൊടുത്തതാണ്. നമ്മൾ y1 എന്ന് പറഞ്ഞാൽ എന്താ? y0 പ്ലസ് K ആണ്. ഈ വാല്യൂ കംപ്ലീറ്റ് എന്താ? K ആണ്. അപ്പോൾ K കണ്ടുപിടിക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1.253 വരും. അതായത് y1 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? y ഓഫ് x1 ആണെന്ത്? 1.253. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ട? y ഓഫ് 0.4 ആണ്. ഇത് y ഓഫ് 0.2 ആണ്. സോ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. n ഈക്വൽ ടു 2 സെക്കൻഡ് അപ്രോക്സിമേഷൻ. y2 ഈസ് ഈക്വൽ ടു y1 പ്ലസ് k ഈസ് ഈക്വൽ ടു ഈ വാല്യൂ. സോ ഓരോ വാല്യൂസ് ആയിട്ട് കണ്ടുപിടിക്കാം. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. K1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0.322, K2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0.4178. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ എടുക്കേണ്ടത്? K1 കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ ശരിക്കും? K1 ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എഫ് ഓഫ് എന്താ വരിക? x1 y1 ആണ്. ഓക്കെ, അപ്പോൾ x1 y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 0.2 ഇൻറ്റു എഫ് ഓഫ് x1ന് പകരം എന്താ വരിക? 0.2 കോമ y1ന് പകരം 1.253 ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 0.2 സ്ക്വയർ പ്ലസ് 1.253 ഹോൾ സ്ക്വയർ. x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ആണ്. അപ്പോൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 0.322. അതുപോലെ K2 കണ്ടുപിടിക്കുന്നതിലും എന്താ ഇക്വേഷൻ വരിക? x1 ആണ്. അതായത് h ഇൻറ്റു എഫ് ഓഫ് എന്താ വരിക? x1 പ്ലസ് h/2. അതുപോലെ y1 പ്ലസ് എന്ത് വരും? K1/2 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.4179 കിട്ടും. അതുപോലെ K3 വാല്യൂ എന്ന് പറയുന്നത് എന്താ? h ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് എന്ത് വരും? h/2 തന്നെ. y1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? y-യുടെ വാല്യൂ എന്ന് പറയുന്നത് y1 പ്ലസ് എന്ത് വരും? K2/2. അപ്പോൾ ആ വാല്യൂസ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, ദെൻ എഫ് ഓഫ് എക്സ് വൈ ഫോമിലേക്ക് മാറ്റുക, ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഫോമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും? 0.4455. ഈ മെത്തേഡ് ഓപ്റ്റ് ചെയ്യേണ്ട. ഇതിപ്പം ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ ഇതിൽ ഡിസ്കസ് ചെയ്ത അതേ മെത്തേഡ് വഴി തന്നെ പോവുക. എഫ് ഓഫിനുള്ളതിൻ്റെ ഉള്ളിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഡയറക്റ്റ് എഫ് ഓഫ് എക്സ് വൈ ഫോമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക. ദെൻ K4 വാല്യൂ. K4 എന്ന് പറഞ്ഞാൽ എന്താ? h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് x1 പ്ലസ് എച്ച് കോമ y1 പ്ലസ് എന്ത് വരും? K3. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സ്ക്വയർ ചെയ്യുക, 0.6086 കിട്ടും. ദെൻ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. K എന്ന് പറഞ്ഞാൽ എന്താ? 1/6 ഇൻറ്റു K1 പ്ലസ് എന്ത് വരും? 2K2 പ്ലസ് 2K3 അല്ലേ? പ്ലസ് K4 ആ വരിക. 2K3 പ്ലസ് K4. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ K ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? K ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മൾ എന്ത്? K. അത് എന്തുമായിട്ട് ആഡ് ചെയ്യുക? y1 ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y2 കിട്ടും. അപ്പോൾ y2 ഈസ് ഈക്വൽ ടു 1.696. ഓക്കെ, അപ്പോൾ ഇതാണ് y2 എന്ന് പറഞ്ഞാൽ എന്താ? y ഓഫ് x2. y ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്താ? y ഓഫ് 0.4. അപ്പോൾ y ഓഫ് 0.4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.696. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി കൃത്യമായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക, അതിനകത്തായിട്ട് നോട്ട് എഴുതിയെടുക്കുക.